ഗുരുവായൂരിലെ കുന്നിക്കുരുവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കണ്ണൻ എന്തിനാണ് കുന്നിക്കുരു സമർപ്പിക്കുന്നത്? ഒരിക്കൽ ഒരു അമ്മൂമ്മ ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെട്ടു. കണ്ണന് കൊടുക്കുവാൻ എന്തെങ്കിലും വേണ്ടേ? ആ പാവത്തിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. മുറ്റത്തിരിക്കുന്ന കുന്നിമരത്തിൽ നിന്നും അല്പം കുന്നിക്കുരു ശേഖരിച്ച് കണ്ണന് കൊടുക്കുവാൻ കൊണ്ടുപോയി. എന്നാൽ അവിടത്തെ തിരക്കിലും തിക്കിലും പെട്ട് അമ്മൂമ്മയുടെ കയ്യിലെ കുന്നിക്കുരുവെല്ലാം നഷ്ടപ്പെട്ടു പോയി. കുന്നിക്കുരുവെല്ലാം താഴെ വീണു ചിതറിയപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് സങ്കടത്തോടെ പകച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ പാവത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുമുണ്ട്. മറ്റാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവർ കൊണ്ടുവന്നത് ഞാൻ ആദ്യം എന്ന മട്ടിൽ കണ്ണനെ സമർപ്പിക്കുവാനും കൊടുക്കുന്നതിൽ കൂടുതൽ ചോദിച്ചു വാങ്ങുവാനുള്ള വലിയ മനസ്സുമായി വലിയ ലിസ്റ്റുമായി തിക്കും തിരക്കും കൂട്ടുന്നു. ഈ സമയം കണ്ണൻ മെല്ലെ ശീലകത്തു നിന്നും പുറത്തിറങ്ങി. ആ രൂപം കണ്ട മാത്രേ ആ രൂപം കൂടി ചിന്തിക്കണേ. പീലി കിരീടം ചൂടി മന്ദസ്മിതമായി കുഴഞ്ഞാടി മനോഹരമായ ആ കണ്ണൻ വന്ന് താഴെ ഇരുന്നു തന്റെ കുഞ്ഞിക്കൈ കൊണ്ട് സാവധാനം ഓരോ കുന്നിക്കുരു മണികൾ പെറുക്കിയെടുക്കുവാൻ തുടങ്ങി. ഈ രംഗം മറ്റാരും കണ്ടില്ല. എന്നാൽ ആ അമ്മൂമ്മ അത് കണ്ടു. ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞ് അമ്മൂമ്മയുടെ നേരെ ആ കള്ളനോട്ടവും കുസൃതിയും ആ കുസൃതി ചിരിയും. അതുപോലെ എന്റെ കൃഷ്ണ, ആ അമ്മൂമ്മയുടെ കണ്ണിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദ കണ്ണുനീരാണ്. ഇതുപോലെ കണ്ണൻ വിളിക്കണം, എന്റെ ഭക്തേ എന്ന് ഭഗവാനെ നാം കാണുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ നമ്മുടെ ഓരോ ചിന്തയിലും പ്രവൃത്തിയിലും ഭഗവാൻ സദാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അകം നിറഞ്ഞ ആ പ്രേമം ഭഗവാനോട് ഉണ്ടായാൽ ഭഗവാന്റെ ദൃഷ്ടി നമ്മിൽ പതിയുന്നു. അപ്പോൾ നമുക്ക് കൃഷ്ണാനുഭവം ഉണ്ടാകുന്നു. നാരായണീയത്തിൽ പറയുന്നില്ലേ, അസ്പഷ്ടം ദൃഷ്ടമാത്രേ. അത് നമ്മൾ ഭഗവാനെ കാണുമ്പോഴല്ല, കണ്ണന്റെ ആ അപാരമായ കൃപ കൊണ്ട് കണ്ണന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുമ്പോൾ ഭഗവാനോട് നമുക്ക് പ്രേമവും ഭക്തിയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. ഇത്തരം ഓരോ കഥകളിലൂടെ കണ്ണൻ നമ്മളെ കൊതിപ്പിച്ച് കണ്ണനോട് ചേർക്കും. അപ്പോൾ കണ്ണനെ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ ഓം നമോ നാരായണായ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. കണ്ണന്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ.